ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടി20യിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് ശരിക്കും നാണം കെട്ടു. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. 127 റൺസിൽ ബംഗ്ലാദേശ് ഓൾ ഔട്ടായി. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യ ഈസി ആയിട്ട് കളി ജയിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനെ തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ ബൗളേഴ്സ് ബംഗ്ലാദേശിനെ എറിഞ്ഞു വീഴ്ത്തി. ഹർഷദീപ് സിംഗ് മികച്ച ബൗളിംഗ് പുറത്തെടുത്തു. താരത്തിന് ഇന്ന് 3 വിക്കറ്റാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ വരുൺ ചക്രവർത്തിക്കും. മാങ്കി യാദവിന്റെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇന്നത്തേത്. എറിഞ്ഞ ആദ്യ ഓവർ തന്നെ മേഡൻ താരമാക്കിയിട്ടുണ്ടായിരുന്നു. മാങ്കിന്റെ ബൗളിംഗ് ശരിക്കും അത്ഭുതപ്പെടുത്തി. അങ്ങനെ 127 റൺസിൽ ബംഗ്ലാദേശ് ഓൾ ഔട്ടായി. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഇന്ന് ഇന്ത്യയുടെ ഓപ്പണേഴ്സ് സഞ്ജുവും അഭിഷേക് ശർമ്മയുമായിരുന്നു. ഇന്ത്യക്ക് നല്ലൊരു സ്റ്റാർട്ടാണ് ഇന്ന് ലഭിച്ചത്. അഭിഷേക് ശർമ്മയും സഞ്ജുവും മികച്ച കളി കാഴ്ചവെച്ചു. എന്നാൽ പിന്നീട് ഒരു മിസ്റ്റേക്കിലൂടെ അഭിഷേക് ശർമ്മ റൺഔട്ടായി. പിന്നീട് വന്നത് സൂര്യയായിരുന്നു. സൂര്യ വന്നതും അടിയോടടിയായിരുന്നു. സഞ്ജുവും സൂര്യയും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. പിന്നീട് 29 റൺസിൽ സൂര്യകുമാർ ഔട്ടായി. ഇത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. പിന്നീട് സഞ്ജു അടിച്ചു കളിച്ചു. എന്നാൽ സഞ്ജുവിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 29 റൺസ് എടുത്ത് സഞ്ജു ഔട്ടായി. ഇന്ന് സഞ്ജു 6 ഫോറുകളാണ് അടിച്ചു കൂട്ടിയത്. സഞ്ജുവിന്റെ പ്രതിഭ സഞ്ജു ശരിക്കുമെന്ന് പുറത്തെടുത്തു. പക്ഷേ സഞ്ജുവിന് 50 നേടാൻ സാധിച്ചില്ല. എങ്കിലും സഞ്ജു മനോഹരമായിട്ട് ഇന്ന് കളിച്ചു. വിമർശകർക്ക് സഞ്ജു ബാറ്റ് കൊണ്ടാണെന്ന് മറുപടി കൊടുത്തത്. പിന്നീട് വന്നത് ഹാർദിക് പാണ്ഡ്യയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. അങ്ങനെ ഇന്ത്യ ടി20 പരമ്പരയിൽ 1-0 മുന്നിലായിരിക്കുകയാണ്. ശരിക്കും ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഒരു എതിരാളി പോലും ആയിരുന്നില്ല. ഇന്ത്യ ഈസി ആയിട്ട് ജയിച്ചു. ശരിക്കും ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്തെങ്കിൽ 200+ റൺസ് എടുക്കുമെന്നത് ഉറപ്പായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.